ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്ന് സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച. മാലാഖമാരുടെയും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെയും ഒരുക്ക പ്രാർത്ഥനകൾ 7-ാം ദിവസമാണ് ഇന്ന്. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സപ്ത ആത്മാക്കളിൽ ഒരു മാലാഖയായ ഉറിയേൽ മാലാഖ ലോക അവസാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എസ്ദ്രാസിനോട് പറയുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാലാഖ വന്ന് ഓരോ വളഞ്ഞ വഴിയിലുള്ള ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിന് എസ്ദ്രാസിനെ കൊണ്ട് മറുപടി പറയിപ്പിച്ച് എന്നിട്ട് ഇതാണ് സത്യമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഓരോ കാര്യങ്ങളാണ് മാലാഖ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ മാലാഖ പറയുന്നുണ്ട്, എപ്പോഴാണ് ഈ സമയം, അന്ത്യവിധിയുടെ സമയം എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, നിങ്ങളെപ്പോലെ തന്നെ സഹിച്ചവരുടെ എണ്ണം ഇവിടെ പൂർത്തിയാകുമ്പോഴാണ് അത് സംഭവിക്കുക. ഇപ്പോൾ സഹിക്കാൻ കിടക്കുന്നവരുടെയൊക്കെ പൂർത്തീകരണം വരണം, അപ്പോഴാണ് അത് സംഭവിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ എസ്ദ്രാസ് മറുപടി പറയുന്നുണ്ട്, എങ്കിലും പ്രഭോ, ഭൂമിയിൽ വസിക്കുന്ന ഞങ്ങളെല്ലാവരും വളരെ ദുഷ്ടരായ പാപികളാണ്. ഞങ്ങളുടെ പാപം നിമിത്തം നല്ല ആത്മാക്കൾ കാത്തിരിക്കണം എന്നത് സാധ്യമാണോ? അതായത് നമ്മൾ മാനസാന്തരപ്പെട്ട് വരുന്നത് വരെ ആ പാവപ്പെട്ട നല്ല ആത്മാക്കൾ ഇത് കാത്തിരിക്കണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉറിയേൽ മാലാഖ മറുപടി പറഞ്ഞത്രേ, 9 മാസത്തെ ഗർഭാവസ്ഥയ്ക്ക് ശേഷം കുഞ്ഞ് പ്രസവിക്കുന്നതിനെ സ്ത്രീക്ക് തടസ്സപ്പെടുത്താൻ കഴിയുമോ? അപ്പോൾ എസ്ദ്രാസ് മറുപടി പറഞ്ഞു, ഇല്ല, സാധ്യമല്ല. മാലാഖ പറഞ്ഞു, മരിച്ചവരുടെ ലോകത്ത് ആത്മാക്കളെ ദൈവം സൂക്ഷിക്കുന്ന സ്ഥലവും ഒരു ഗർഭപാത്രം പോലെയാണ്. സ്ത്രീക്ക് പ്രസവവേദന അവസാനിക്കുന്നത് പോലെ തന്നെ ലോകാരംഭം മുതൽ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളെ തിരികെ നൽകാൻ ഈ സ്ഥലത്തിനും ആകാംക്ഷയുണ്ട്. അത് സംഭവിക്കുമ്പോൾ നിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കും. എസ്ദ്രാസ് പറഞ്ഞു, പ്രഭോ, ദയവായി എനിക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി എന്നോട് പറയാമോ? വരാനിരിക്കുന്ന കാലം കടന്നുപോയി. കാലം എത്ര നീണ്ടതായിരുന്നു എന്ന് എനിക്കറിയാം, എന്നാൽ ഭാവിയെപ്പറ്റി എനിക്കറിയില്ല. മാലാഖ പറഞ്ഞു, ഇവിടെ വരൂ, എൻ്റെ വലതുഭാഗത്ത് നിൽക്കൂ. ഞാൻ നിങ്ങളെ ഒരു ദർശനം കാണിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. അപ്രകാരം ഈ എസ്ദ്രാസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൂടെ കത്തിജ്വലിക്കുന്ന തീയ് കടന്നു പോകുന്നത് കണ്ടു. അത് കടന്നു പോയതിന് ശേഷവും പുക തിങ്ങി നിന്നിരുന്നു. പെരുമഴയ്ക്ക് ശേഷം മഴ ചെറുതായി പെയ്തുകൊണ്ടിരുന്നു. ഉറിയേൽ മാലാഖ പറഞ്ഞു, ഇതേപ്പറ്റി ചിന്തിക്കൂ. പെരുമഴ പിന്നാലെ വന്ന കൊച്ചുമഴയേക്കാൾ ഉഗ്രമായിരുന്നു. അതുപോലെ തീയുടെ പുകയേക്കാൾ തീജ്വാല വലുതായിരുന്നു. അതുപോലെ കടന്നുപോയ കാലം, സമയം വരാനിരിക്കുന്നതിനേക്കാൾ ദൈർഘ്യമുള്ളതാണ്. ഇനിയുള്ള സമയം ചെറുമഴയെയും പുകയെയും പോലെ ആയിരിക്കും. എസ്ദ്രാസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വരാനിരിക്കുന്നത് ചെറുമഴ പോലെയാണ്, വന്നു കഴിഞ്ഞു, വലിയ ഭീകരതകളൊക്കെ വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ലോക ജനത മുഴുവൻ വലിയ ആശയക്കുഴപ്പത്തിൻ്റെ പിടിയിൽ അമരുന്ന സമയം വരും. അതാണ് ഇന്നത്തെ കാലം. അതായത് ലോകത്തിലെ ജനത മുഴുവൻ ആശയക്കുഴപ്പത്തിൻ്റെ അവസ്ഥയിലാണിപ്പോൾ. എന്താണ് ശരി, ആര് പറയുന്നതാണ് ശരി, എന്താണ് സംഭവിക്കുക? പലരും പലതും പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാതൽ? അങ്ങനെ ആശയക്കുഴപ്പത്തിൻ്റെ സമയം വന്നു കഴിഞ്ഞു. സത്യത്തിൻ്റെ മാർഗം രഹസ്യമാക്കപ്പെടും. സത്യത്തിന് വിലയില്ലാതാകും. അത് നമ്മളിപ്പോൾ കാണുന്നതാണ്. കള്ളപ്രവചനങ്ങളും വ്യാജ അത്ഭുതങ്ങളിലും ഇന്ന് മനുഷ്യരിങ്ങനെ അന്ധമായി വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ ഓടുന്നത് കാണുമ്പോൾ മനസ്സിലാക്കാം, അന്ത്യം, ഉറിയേൽ മാലാഖ പറഞ്ഞ അന്ത്യം അടുത്തു കഴിഞ്ഞു.
അതായത് സത്യം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. സത്യമല്ലാത്ത വലിയ പ്രകടനങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ മനുഷ്യർ വെച്ച് പിടിക്കുകയാണ്. അവിടെ ചെന്ന് അത്ഭുതം കിട്ടാതാകുമ്പോൾ നിരാശയിലേക്കും വെറുപ്പിലേക്കും പോകുന്നു. അത് ആരും പുറത്ത് പറയുന്നുമില്ല. അങ്ങനെയൊരു കാലമാണ് ഈ അന്ത്യകാലം. ഭൂമിയിൽ വിശ്വാസം ഒട്ടും അവശേഷിക്കുകയില്ല. നീ അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ അവസ്ഥ ഉണ്ടാകത്തക്ക വിധം തിന്മ വർദ്ധിക്കും. ഇന്ന് ലോകം ഭരിക്കുന്നതായി നീ കാണുന്ന രാജ്യം ആൾപ്പാർപ്പോ യാത്രക്കാരോ ഇല്ലാതെ നാശകൂമ്പാരമാകും. അതായത് ഇന്ന് ലോകം ഭരിക്കുന്നതായിട്ട് നീ കാണുന്ന രാജ്യം ആൾപ്പാർപ്പോ യാത്രക്കാരോ ഇല്ലാതെ നാശകൂമ്പാരമാകുമെന്ന്, ലോകം അതുപോലെ നശിക്കുമെന്ന്. ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന മാലാഖ പറഞ്ഞ പ്രവചനങ്ങളാണ് കേട്ടോ. സൂര്യൻ പെട്ടെന്ന് രാത്രിയിൽ പ്രകാശിക്കും, ചന്ദ്രൻ പകൽ സമയത്തും പ്രത്യക്ഷപ്പെടും. അതായത് ആകെ എല്ലാ അവതാളത്തിലാണ്, ഒക്കെ വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. മരങ്ങളിൽ നിന്ന് രക്തം ഇറ്റു വീഴും, കല്ലുകൾ സംസാരിക്കും, രാഷ്ട്രങ്ങൾ കുഴപ്പത്തിലാകും, നക്ഷത്രങ്ങളുടെ ചലനങ്ങൾ വ്യത്യാസപ്പെടും. എല്ലാവരും തിരസ്കരിച്ച രാജാവ് ഭരണം നടത്തും. പക്ഷികൾ പറന്നകലും, ചാവുകടൽ തീരത്ത് മത്സ്യങ്ങൾ വന്നടിയും. രാത്രിയിൽ ആരാലും അറിയപ്പെടാത്തവൻ്റെ ശബ്ദം കേൾക്കപ്പെടുകയും എല്ലാവരും അത് കേൾക്കുകയും ചെയ്യും. ഭൂമിക്ക് പല സ്ഥലങ്ങളിലും വിള്ളലുകളുണ്ടാകും, തീ തുപ്പുകയും ചെയ്യും. വന്യമൃഗങ്ങൾ താഴ്വരയും കാടും വിട്ടുപോകും. മാസമുറയുള്ളപ്പോൾ സ്ത്രീകൾ ഭീകരരൂപങ്ങളെ ഗർഭം ധരിക്കും. ശുദ്ധജലം ഉപ്പുരസമുള്ളതാകും. സുഹൃത്തുക്കൾ അന്യോന്യം ആക്രമിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ വരും. യുക്തി ഒളിവിൽ പോകും. ബുദ്ധിയെയും യുക്തിയെയും പലരും അന്വേഷിക്കുമെങ്കിലും കണ്ടെത്തില്ല. ലോകം മുഴുവനും തിന്മയും അക്രമവും വർദ്ധിക്കും. ഒരു രാജ്യം അയൽ രാജ്യത്തോട് നീതിയോ സത്യമാർഗമോ ആ വഴി വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് സ്ഥിരം മറുപടി കിട്ടും. ലോകം മുഴുവൻ തിന്മയും അക്രമവും വർദ്ധിക്കുമെന്ന്, നീതിയും സത്യവും ഇല്ലാതാകുമെന്ന്. ആ ദിവസങ്ങളിൽ ജനം വളരെ പ്രത്യാശിക്കും, എന്നാൽ ഒന്നും ലഭിക്കുകയില്ല. വളരെയേറെ കഠിനാധ്വാനം ചെയ്യും, എന്നാൽ ഒന്നിലും വിജയിക്കുകയില്ല. നിന്നെ കാണിക്കുവാൻ എന്നെ അനുവദിച്ചിട്ടുള്ള അവസാനത്തിൻ്റെ അടയാളങ്ങളാണ് ഇവ. ഉറിയേൽ മാലാഖയുടെ ആദ്യ ദർശനത്തിൽ കൊടുത്ത ലോകാവസാനത്തിൻ്റെ അന്ത്യത്തിൻ്റെ അടയാളങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും എത്രയെത്ര നമ്മൾ പറഞ്ഞാലും ഉണ്ടാകാൻ പോകുന്നത് ഇത് തന്നെയാണ്. അതിന് ഒറ്റ പോംവഴിയേ ഉള്ളൂ എന്ന് മാലാഖമാരും മാതാവും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതം വിശുദ്ധമാക്കുക, സ്നേഹത്തിൽ അധിഷ്ഠിതമാക്കുക, വിശ്വാസം സ്ഥിരപ്പെടുത്തുക, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുക. ഇതൊക്കെയാണ് അതിന് പ്രതിവിധിയുള്ളൂ. കുറേ കാര്യങ്ങൾ അവിടെയും ഇവിടെയും ചർച്ച ചെയ്യുന്നത് കേട്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. മാലാഖ വന്ന് പറഞ്ഞിട്ടുണ്ട്, നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്ന്. ഉറിയേൽ മാലാഖ പറയുന്ന ഈ അന്ത്യകാലത്തിൻ്റെ പ്രവചനങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. നമുക്ക് ഒരു നല്ല ജീവിതം നയിക്കാൻ, ദൈവം ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കാൻ കൃപ തരണമേ എന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഉറിയേൽ മാലാഖയെ ഇപ്പോൾ നമുക്കൊന്നുകൂടെ പരിചയമായല്ലോ. സപ്ത ആത്മാക്കളെ നമുക്ക് ഒന്നുകൂടെ പരിചയമായല്ലോ. എന്നും ഈ സപ്ത ആത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ നമ്മെ നിത്യജീവിതത്തിലേക്ക് വഴി നടത്തും. നമ്മുടെ കുറവുകളൊക്കെ നികത്താൻ അവർ നമ്മളെ സഹായിക്കും. 7-ാം ദിവസത്തെ പ്രാർത്ഥന. അക്കാലത്ത് നിന്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ദാനിയേൽ 12:1. ദൈവജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന വിശുദ്ധ മിഖായേലെ, കർത്താവ് ഈശോ മിശിഹായുടെ മഹത്വപൂർണ്ണമായ 2-ാം വരവിനായി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത്
ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ ഉണ്ടാകുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഈ നാളുകളെക്കുറിച്ചാണല്ലോ. പ്രാർത്ഥന. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ഭീകര പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ. പിശാചിൻ്റെ ദുഷ്ടതയിലും കെണിയിലും നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ നശിപ്പിക്കാനായി ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ, അങ്ങ് ദൈവത്തിൻ്റെ ശക്തിയാൽ ബന്ധിച്ച് നരകാഗ്നിയിലേക്ക് തള്ളിക്കളയണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടവരുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള ജപമാല ചൊല്ലാം. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ജപമാല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമീൻ. ദൈവമേ, എൻ്റെ സഹായത്തിന് വരണമേ. കർത്താവേ, എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ. ഒന്നാം രഹസ്യം. വിശുദ്ധ മിഖായേലിൻ്റെയും ഒന്നാം സ്വർഗീയ വൃന്ദം മാലാഖമാരായ ശ്രാപ്യന്മാരുടെയും മധ്യസ്ഥതയാൽ പരിപൂർണയായ സ്നേഹാഗ്നിയാൽ ജ്വലിച്ചെരിയുവാൻ കർത്താവ് നമ്മെ യോഗ്യരാക്കട്ടെ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപി ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. രണ്ടാം രഹസ്യം. വിശുദ്ധ മിഖായേലിൻ്റെയും രണ്ടാം സ്വർഗീയ വൃന്ദമാലാഖമാരായ കെരൂബുകളുടെയും മധ്യസ്ഥതയാൽ പാപമാർഗങ്ങൾ ഉപേക്ഷിക്കുവാനും ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. മൂന്നാം രഹസ്യം. വിശുദ്ധ മിഖായേലിൻ്റെയും മൂന്നാം സ്വർഗീയ വൃന്ദമാലാഖമാരായ ബദ്രാസനന്മാരുടെയും മധ്യസ്ഥതയാൽ യഥാർത്ഥവും ആത്മാർത്ഥവുമായ എളിമയുടെ രൂപിയിൽ
നമ്മുടെ ഉള്ളങ്ങളെ കർത്താവ് നിറയ്ക്കട്ടെ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. 4-ാം രഹസ്യം. വിശുദ്ധ മിഖായേലിൻ്റെയും 4-ാം സ്വർഗീയ വൃന്ദം മാലാഖമാരായ അധികാരന്മാരുടെയും മധ്യസ്ഥതയാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചടക്കുന്നതിനും അനിയന്ത്രിതമായ ആസക്തികളെ കീഴ്പ്പെടുത്തുന്നതിനുമുള്ള കൃപ കർത്താവ് നമ്മിൽ ചൊരിയട്ടെ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. 5-ാം രഹസ്യം. വിശുദ്ധ മിഖായേലിൻ്റെയും 5-ാം സ്വർഗീയ വൃന്ദം മാലാഖമാരായ താത്വികന്മാരുടെയും മധ്യസ്ഥതയാൽ തിന്മയിൽ നിന്നും പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നതിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിക്കട്ടെ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. 6-ാം രഹസ്യം. വിശുദ്ധ മിഖായേലിൻ്റെയും 6-ാം സ്വർഗീയ വൃന്ദം മാലാഖമാരായ ബലവാന്മാരുടെയും മധ്യസ്ഥതയാൽ പിശാചിൻ്റെ കെണികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ മോചിപ്പിക്കട്ടെ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഏഴാം രഹസ്യം. വിശുദ്ധ മിഖായേലിൻ്റെയും ഏഴാം സ്വർഗീയ വൃന്ദമാലാകമാരായ പ്രാഥമികന്മാരുടെയും മധ്യസ്ഥതയാൽ യഥാർത്ഥ അനുസരണത്തിൻ്റെ അരൂപിയാൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കട്ടെ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. എട്ടാം രഹസ്യം. വിശുദ്ധ മിഖായേലിൻ്റെയും എട്ടാം സ്വർഗീയ വൃന്ദമാലാകമാരായ മുഖ്യദൂതന്മാരുടെയും മധ്യസ്ഥതയാൽ സത്യവിശ്വാസത്തിലും സുഹൃതങ്ങളിലും ഉറച്ചു നിൽക്കുന്നത് വഴി സ്വർഗീയ സൗഭാഗ്യം ലഭിക്കുന്നതിനുള്ള കൃപാവരം കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഒൻപതാം രഹസ്യം. വിശുദ്ധ മിഖായേലിൻ്റെയും ഒൻപതാം സ്വർഗീയ വൃന്ദം മാലാകമാരായ ദേവദൂതന്മാരുടെയും മധ്യസ്ഥതയാൽ ഇഹലോക ജീവിതത്തിൽ മാലാകമാരുടെ സംരക്ഷണം സിദ്ധിച്ച് സ്വർഗഭാഗ്യം പ്രാപിക്കുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
വിശുദ്ധ മിഖായേലിൻ്റെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ ഗബ്രിയേലിൻ്റെ സ്തുതിക്കായിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ റഫായേലിൻ്റെ സ്തുതിക്കായിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴേണ്ടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കാവൽ മാലാഖയുടെ സ്തുതിക്കായിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സമാപന പ്രാർത്ഥന. വിശുദ്ധ മിഖായേലേ, ശ്രേഷ്ഠനായ രാജകുമാര, സ്വർഗീയ സൈന്യങ്ങളുടെ മുഖ്യ സൈന്യാധിപ, ആത്മാക്കളുടെ സംരക്ഷകനെ, വിമതരായ അരൂപികളെ അടിച്ചമർത്തുന്നവനെ, സ്വർഗീയ രാജാവിൻ്റെ ഭവനത്തിലെ സേവകനെ, ഞങ്ങളുടെ ബഹുമാന്യനായ കാര്യസ്ഥനെ, അമാനുഷിക പുണ്യങ്ങളാലും മഹിമകളാലും വിളങ്ങുന്നവനെ, വിശ്വാസപൂർവ്വം അങ്ങേ പക്കലണയുന്ന ഞങ്ങളെ ദുഷ്ടനിൽ നിന്നും വിടുവിച്ച് അങ്ങയുടെ കൃപ നിറഞ്ഞ സംരക്ഷണ ശക്തിയിൽ കൂടുതൽ വിശ്വസ്തയോടെ ദൈവത്തെ അനുദിനം സേവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഈശോമിശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ തിരുസഭയുടെ രാജകുമാരനും മഹാപ്രതാപവാനുമായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. യാത്രയിൽ കൂട്ടായി തോബിയാസിനെ, നേർവഴി നയിച്ചൊരു മാലാഖേ, വന്ദനം റാഫേൽ ദൈവദൂതാ, സന്തതം അങ്ങേ വാഴ്ത്തിയിടുന്നു. മത്സ്യത്തിൻ കരൽ ചങ്കും കയ്പയും കണ്ണിനോരൗഷധമാക്കി, അന്ധത നീക്കി അല്ലലും മാറ്റി, സന്തതം തുണച്ചൊരു മാലാഖ, യാത്രയിൽ കൂട്ടായി തോബിയാസിനെ, നേർവഴി നയിച്ചൊരു മാലാഖേ, ആപത്തിൽ തുണയും ആവശ്യങ്ങളിൽ ആലംബവും അരുളേണേ, വേദന തിങ്ങും ജീവിത യാത്രയിൽ കൈപിടിച്ചെന്നും നീ നയിക്കേണം. യാത്രയിൽ കൂട്ടായി തോബിയാസിനെ, നേർവഴി നയിച്ചൊരു മാലാഖേ, വന്ദനം റാഫേൽ ദൈവദൂതാ, സന്തതം അങ്ങേ വാഴ്ത്തിയിടുന്നു. സന്തതം അങ്ങേ വാഴ്ത്തിയിടുന്നു.